ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷീജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ അപ് ടു ഡേറ്റ് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലോട്ട് 1/2 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചീകി എടുത്തോണ്ട് പോകുന്ന ശർക്കര. ഇതിലോട്ട് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. ശർക്കര ശരിക്കും മെൽറ്റായി കിട്ടണം. ശർക്കര ശരിക്കും മെൽറ്റായി കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് മെൽറ്റ് ആക്കിയിട്ട് ഇതിലോട്ട് ചേർത്താലും മതി. ഞാൻ നേരിട്ടങ്ങ് ചേർത്ത് കൊടുത്തേക്കാണ്. അപ്പം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി യൂസ് ചെയ്യാം. നന്നായിട്ട് അരിപ്പിലോട്ടാക്കി അരിച്ച് ഇതിലോട്ടാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ അരിപ്പിലോട്ടാക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ബേക്കിംഗ് സോഡയാണെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. മാവൊക്കെ ഞാൻ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഞാൻ ഈ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലോട്ട് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകുന്നു. കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തത് നമുക്ക് ഇതിലോട്ടാക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പഴയ പാൻ. ഇതിലോട്ടാണ് ഞാൻ കുക്കർ എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് 45 മിനിറ്റ് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിരുന്നു. കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം സെൻറ്ററിൽ. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കേക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ടാക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് പ്ലേറ്റിലോട്ടാക്കി കൊടുക്കാം. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് പൊടി വെച്ചാണ് തയ്യാറാക്കിയത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി വെച്ച് ഈ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ഹെൽത്തി ആവട്ടെന്ന് ഓർത്താണ് ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിന് പകരം നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഹെൽത്തി ആയി കിട്ടും. ഇതിപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാവുന്ന രീതിയിലൊരു ഈസി മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊന്ന് കേക്കിന് ബട്ടർ പേപ്പർ എന്ന് മാറ്റാം. കേക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കേക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണിക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ലൊരു ഈസി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.